ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന വിവാദത്തിൽ ജി സുധാകരന് മറുപടിയുമായി എച്ച് സലാം. വിവാദങ്ങൾ ബോധപൂർവമാണെന്നും വാർത്തകൾ വരുന്നത് സ്വാഭാവികമായി അല്ലെന്നും എംഎൽഎ പറഞ്ഞു. നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കി. ഓരോ കാലത്തും ചുമതലപ്പെട്ടവർ അത് നിർവഹിക്കുക എന്നതാണ് പ്രധാനമെന്നും എച്ച് സലാം ഉദ്ഘാടന ചടങ്ങിൽ പ്രതികരിച്ചു. ഓരോ സന്ദർഭത്തിൽ ചുമതലപ്പെട്ട ആളുകൾ ആരെന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിച്ചതാണ്. അത് ഞാനാണെങ്കിലും ശ്രീ ആരിഫാണെങ്കിലും മറ്റാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അതാണ്. ആ സമയത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഞാനിത് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു മനോഹരമായ ഭംഗിയായ ചടങ്ങ് നടപ്പാക്കപ്പെടുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ അനാവശ്യമായ വാർത്തയും വിവാദവും സൃഷ്ടിക്കാൻ ചില സമരങ്ങൾ പോലും ഉണ്ടാക്കുന്നതാണ് കേട്ടത്. എന്ത് കാര്യത്തിലാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് അനുവദിക്കുന്നു. ആ സമയത്ത് എം പിമാരുണ്ടായിരിക്കുക, എം എൽ എമാര് കാണും, മന്ത്രിമാര് കാണും, എല്ലാവരെയും പങ്കുണ്ട്. ആരെയും തള്ളിക്കളയേണ്ടതായിട്ടില്ല. അതൊന്നും വിവാദമാക്കി പോകേണ്ട കാര്യമില്ല. നാളെ അങ്ങനെയാണ് പോകേണ്ടത്. എത്ര നെഗറ്റീവായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിന്റെ 100 ഇരട്ടി പോസിറ്റീവായ വശം നിൽക്കുന്ന മണ്ണാണ്. തന്നെയും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും ഉദ്ഘാടന ചടങ്ങിന് വിളിക്കാത്തതിനെതിരെ ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. മുൻ എം പി KC വേണുഗോപാലിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും സമരത്തിലാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ വിവാദം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ സലാമിന്റെ മറുപടി ആലപ്പുഴ രാഷ്ട്രീയത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയല്ലേ? രഞ്ജിത്ത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യഘട്ടത്തിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ MP ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ വിവാദം. ഒപ്പം തന്നെ ഈ ഉദ്ഘാടനം നടക്കുന്നതിന്റെ മുന്നിൽ തന്നെ കോൺഗ്രസ് സമരവുമായി രംഗത്ത് വരികയും DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി അത് CPM-നുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ജി സുധാകരനാണ് അത്തരം കാര്യങ്ങൾ, അതായത് മെഡിക്കൽ കോളേജിന്റെ ഓരോ ഘട്ടത്തിലും താൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒപ്പം തന്നെ അതിനകത്ത് പറഞ്ഞത് ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഇപ്പോൾ ചരിത്ര നിരാസമാണ് ചില ഭാരവാഹികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചരിത്രം മറയ്ക്കപ്പെടുന്നില്ല. തന്നെ വിളിച്ചില്ലെങ്കിൽ പരിഭവമില്ല. പക്ഷേ കെ ശൈലജ, അതായത് കെ ശൈലജ മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് ഏറ്റവും അധികം ഈ വർക്ക് നിർമ്മാണം 2016 മുൻ LDF സർക്കാരിന്റെ കാലത്താണ് ഏറെക്കുറെ ഈ നിർമ്മാണം തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെ വിളിക്കാതിരുന്നതും പരിഭവമില്ല. പക്ഷെ ശൈലജയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നതോടെ അത് മറ്റൊരു തലത്തിലുള്ള വിവാദത്തിലേക്ക് മാറി. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും താൻ ജി സുധാകരനെയും KC വേണുഗോപാലിനെ വിളിക്കാത്തതുകൊണ്ട് തങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. ഇതിനാണ് ഇപ്പോൾ എച്ച് സലാം ഉദ്ഘാടന വേദിയിൽ തന്നെ മറുപടി പറഞ്ഞത്. വിവാദങ്ങൾ സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നുള്ളതായിരുന്നു ജി സുധാകരൻ. ഇത് ബോധപൂർവമായ ഒരു നടപടിയായിരുന്നു. നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കി എന്ന എച്ച് സലാം പറയുന്നു. ഒപ്പം തന്നെ ഈ ആലപ്പുഴയിൽ നിന്ന് വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ വലിയ എതിർപ്പുണ്ടായി. ഇന്ന് പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ അന്ന് എതിർത്ത കോൺഗ്രസുകാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സലാം പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ഓരോ ചുമതലകൾ വഹിക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അത് ജി സുധാകരനുള്ള പരോക്ഷമായ ഒരു മറുപടിയായി തന്നെയാണ് കണക്കാക്കാനാവുക. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ JP നഡ്ഡ 2016 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ മുൻ MLA-മാരെ വിളിച്ചിട്ടില്ല, മുൻ MP-മാരെ വിളിച്ചിട്ടില്ല. അതാണ് താൻ ഇത്തവണയും തുടർന്നെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ ജി സുധാകരന് പരോക്ഷമായും തന്നെ ഒരു മറുപടിയാണ് നൽകിയത്. ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അത്തരത്തിൽ ജി സുധാകരനുള്ള ഒരു മറുപടി തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. ഈ മുഖ്യമന്ത്രിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന് എയിംസ് ലഭ്യമാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ കേരളമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.